ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഹാർഡ് 70 ഡേ ചലഞ്ചിൻ്റെ ഡേ 17-ഉം 18-ഉമാണ്. ഓക്കെ, ഇന്നലത്തെ എനിക്ക് ഇടാൻ പറ്റിയില്ല. ഇന്നലെ എക്സാമൊക്കെ ആയിരുന്നുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാതെ. കറക്റ്റായിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ടൈം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടും കൂടെ ചേർത്തിടാം. അപ്പോൾ ഇന്നലത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇന്നലെ നമുക്ക് എക്സാം ആയിരുന്നു, എഴുതി കാണും നിങ്ങൾ. 9:30-ക്ക് മോഡേൺ ഇന്ത്യയുടെ എക്സാമും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് 2:30 to 4:30 എന്ന് പറഞ്ഞാൽ CSAT എക്സാമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മോഡേൺ ഇന്ത്യ കംപ്ലീറ്റ് ആയി. പിന്നെ അതുപോലെ തന്നെ CSAT കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അതാണ് ഡേ 17-ലായിരുന്നു, ഇന്നലെ കഴിഞ്ഞു. ഇന്ന് ഡേ 18-ആണ്. ഇന്ന് മുതൽ പുതിയൊരു ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്ന് പറയുമ്പോൾ ഇനി ആൻഷ്യൻ്റ്, മെഡീവൽ, ആർട്ട് ആൻഡ് കൾച്ചർ, ഈ 4 ദിവസത്തേക്ക് നമ്മളത് മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോപ്പിക്കുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് UPSC സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളായിരിക്കും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവർ എൻ്റെ ടെലഗ്രാം ചാനലിൽ പോയി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ കറണ്ട് അഫെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നവംബർ മാസം ഇന്നത്തോടു കൂടി തീരും. ഇന്നും കൂടെ നിങ്ങൾ ഒരു 30 പേജും കൂടെ നോക്കുമ്പോൾ നവംബർ മാസത്തെ കറണ്ട് അഫെയർ കംപ്ലീറ്റ് ആവും. അപ്പോഴും നമുക്ക് ജൂൺ കംപ്ലീറ്റ് ആയി, ഒക്ടോബർ, നവംബർ ഈ 3 മാസം നമ്മുടെ കറണ്ട് അഫെയർ ആയിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അടുത്ത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഇപ്പോൾ അടുത്ത് പുതിയ കറണ്ട് അഫെയർ പഠിക്കാൻ എടുക്കുമ്പോൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് പോളിറ്റി എന്ന് പറയുമ്പം ജൂണിലെ പോളിറ്റി എടുക്കുക. ഇപ്പോൾ ജൂലൈയിൽ നമുക്ക് പാതി പേജ് ആയിട്ടുണ്ട്. ജൂലൈയിൽ 1 മുതൽ 60 പേജ് വരെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ജൂലൈയിലും പോളിറ്റി എടുക്കുക, ഒക്ടോബറിലെ പോളിറ്റി എടുക്കുക, നവംബറിലെ പോളിറ്റി എടുക്കുക. അപ്പോൾ ഈ പോളിറ്റി എല്ലാം കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്ത് പറഞ്ഞു നോക്കാം. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്ക്, എൻവയോൺമെൻറ്റ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ക്ലബ് ചെയ്യുക, പറഞ്ഞു നോക്കാം. ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇന്ന് ഈ ആഴ്ച ആർട്ട് ആൻഡ് കൾച്ചറാണ് പഠിക്കുന്നത്. ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുമ്പോൾ ഈ 4 മാസത്തെ കറണ്ട് അഫെയറായിട്ട് ക്ലബ് ചെയ്ത് പറഞ്ഞു നോക്കാം. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ ആക്റ്റീവ് റീകോൾ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങളിവിടെ ഫോളോ ചെയ്യുക. മാക്സിമം ടൈം ഡിവോട്ട് ചെയ്ത് തന്നെ നിങ്ങളിതിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു കറണ്ട് അഫെയറിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ CSAT ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഏതാണ് CSAT എന്ന് വെച്ചാൽ നമ്പർ 1 ഏതായിരിക്കും, നമ്പർ സിസ്റ്റം ആയിരിക്കും. ഒരു നമ്പർ 2, നമ്പർ 3 വരുന്നൊരു ഐറ്റമാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ പ്രോബബിലിറ്റി, ജിയോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ, ആൽജിബ്ര, ഇതേപോലത്തെ ഇഷ്ടംപോലെ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ഇതിനും കൺസിഡറബിൾ ആയിട്ടുള്ള ടൈം കൊടുക്കുക, എന്നാൽ മാത്രമേ തീരത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ റീഡിംഗ് കോമ്പ്രഹൻഷൻ ഡെയിലി 10 എണ്ണം വെച്ച് ചെയ്യുക, അത് മറക്കാതെ തന്നെ ചെയ്യുക. പിന്നെ MCQ ആപ്റ്റിറ്റ്യൂഡ്, അത് ഞാൻ എഴുതിയിട്ടില്ല, 30 മിനിറ്റ്, അത് ഞാൻ പറയുന്നില്ല, 30 മിനിറ്റ് MCQ ആപ്റ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് MCQ ആപ്റ്റിറ്റ്യൂഡ് കൂടുതലും നമ്മൾ ഒരു അവസാനം വന്ന ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്താൽ മതി. അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു പാറ്റേണാണ് ലാസ്റ്റായിട്ട് UPSC എക്സാമിനൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരണം, അതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് നമ്മുടെ തലയിൽ കയറാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ MCQs അത് 30 മിനിറ്റ് ഡെയിലി, എല്ലാ ദിവസവും 30 മിനിറ്റ് അത് കറക്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏതൊക്കെ ടോപ്പിക്ക് ഇതാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ നോക്കാം. അപ്പോൾ അത്രയാണ് ഇപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അത് കറക്റ്റായിട്ട് നോക്കാം. ഇനി 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ആർട്ട് ആൻഡ് കൾച്ചർ തീരും. പിന്നെ ആൻഷ്യൻ്റ് മിഡീവൽ കഴിയും. അത് കഴിയുമ്പോൾ നമുക്ക് എൻവയോൺമെൻറ്റ് നോക്കാം. എൻവയോൺമെൻറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് സയൻസ് ആൻഡ് ടെക്ക് നോക്കാം. ഈ സയൻസ് ആൻഡ് ടെക്കും എൻവയോൺമെൻറ്റിന് ശേഷം നമുക്ക് എന്താണ് പെൻഡിങ്, കുറച്ച് 2 ദിവസം പെൻഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ലെങ്ത് ടെക്സ്റ്റ് എഴുതാം. ഓക്കെ, ഫുൾ ലെങ്ത് ടെക്സ്റ്റിൽ ഏതൊക്കെയാണ് ടോപ്പിക്കുകളെന്നുള്ളത് നമുക്കറിയാം, എല്ലാം വരും. അപ്പോഴത് ആദ്യത്തെ നമുക്ക് അഥവാ പെൻഡിങ് ആയവർക്ക് എനിക്കും ഇഷ്ടം പോലെ പെൻഡിങ് ആണ്. ഇപ്പം ഞാനിത് ഫോളോ ചെയ്യുന്നത് ഞാൻ പറയാം, എനിക്കും ഇഷ്ടം പോലെ പെൻഡിങ് ഉണ്ട്. എനിക്കിതും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കവറേജ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് മോഡേണിലായാലും എനിക്ക് PYQ പെൻഡിങ് ഉണ്ട്, ഈവൻ ടോപ്പിക്കുകൾ എനിക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കിനി ഓടിച്ചൊന്നുകൂടെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ സോഷ്യൽ റിലീസ് റീഫോംസിൻ്റെ അത് പറയാനുണ്ട്. നമുക്ക് ഫുൾ ലെങ്ത് ടെസ്റ്റ് എഴുതിയാൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ നമ്മളെ പെൻഡിങ് ഉള്ള സാധനം കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. എന്നാൽ മാത്രമേ നമുക്ക് FLT എഴുതുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള റിസൾട്ട് അറിയാൻ പറ്റും. കാരണം നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ റിവൈസ് ചെയ്ത് എഴുതുമ്പോൾ മാത്രമേ അതിൻ്റെ കറക്റ്റ് മാർക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കാം. പിന്നെ അടുത്തുള്ള ഇത്ര തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള. റീഡിംഗ് കോമ്പ്രഹൻഷനിൽ ഞാൻ ഒരു ടൈപ്പ് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചാണ്. ബാക്കിയുള്ള റീഡിംഗ് കോമ്പ്രഹൻഷൻ ടൈപ്പും കൂടി നിങ്ങൾ നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ സമയം നമുക്ക് കളയാനില്ല. നമുക്ക് അവസാനം സമയം കിട്ടുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട്.
ഇപ്പോഴും നമുക്കല്ലാതെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്ക് കുറേ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ തന്നെ ചാനൽ ഫോളോ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.